ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐ വിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീ ഒരു പൂക്കടയിലേക്ക് പോകുന്നത് വരെയാണ്. അവിടുത്തെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവ അതിൽ നിന്നൊരു വാടിപ്പോയൊരു പൂ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കടക്കാരിയോട് ചോദിക്കുന്നു എത്ര രൂപയായെന്ന്. അപ്പോൾ അവർ പറയുന്നു ഇതിന് പൈസയൊന്നും വേണ്ട, കാരണം അത് അഴുക്കപ്പൂവല്ലേ, പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാനാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പൂ വാങ്ങുന്നതല്ലേ നല്ലതെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഇതെനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാനൊന്നും അല്ല, ഒരാൾക്ക് കൊടുക്കാനാണെന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അവൻ ട്യൂഷൻ എടുക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ട്യൂഷൻ എടുക്കുന്ന സമയത്താണെങ്കിൽ അവൻ്റെ ബാഗിൽ നിന്ന് ആ ലോട്ടസ് പുറത്തേക്ക് വരുന്നുണ്ട്. പിള്ളേരെല്ലാം ഇത് കണ്ടിട്ട് അവൻ്റെ ബാഗിലോട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അവൻ പെട്ടെന്ന് ആ പൂവെടുത്ത് അകത്തേക്ക് വെക്കുന്നു. എന്നിട്ട് അവൻ ആ പിള്ളേർക്ക് പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോകാനായിട്ടാണ് ഈ പൂ വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഈ സമയം അവിടെ ഇരിക്കുന്ന ഒരു കണ്ണാടി പയ്യനില്ലേ, ആ പയ്യൻ എന്തോ മെസ്സേജ് വരുന്നുണ്ട്. അതവൻ വായിച്ചതിന് ശേഷം അടുത്തിരിക്കുന്ന പാമ്പിനോട് എന്തോ പറയുന്നുണ്ട്. എന്നിട്ട് തീയോട് അവൻ പറയുന്നു സാറിന്ന് എനിക്കും പാമ്പിന് നേരത്തെ വീട്ടിലേക്ക് പോകണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ ശരിയെന്ന്. ഈ ചെറുക്ക് ഒരുമാതിരി പേടിച്ചിരിക്കുന്നത് പോലെ തോന്നിയിട്ട് തീ ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന്. അപ്പോൾ ആ ചെറുക്കൻ പറയുന്നു ആ വേണ്ട വേണ്ട, ഒരു ഹെൽപ്പും വേണ്ടെന്ന്. അതിനുശേഷം പാമ്പിനെയും ആ ചെറുക്കനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കും സാറ് പൂ വാങ്ങിക്കൊണ്ട് പോയി അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതിയതെന്ന്. എന്നിട്ട് അവൾ പറയണേ അതെന്താ ആവട്ടെ, നമുക്ക് എന്തായാലും സാറിനൊരു കേക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, നിനക്ക് ഏതെങ്കിലും നല്ല കേക്കുള്ള കട അറിയാമോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു എനിക്കൊരു കട അറിയാം, അവിടുത്തെ കേക്ക് നല്ലതാണ്, നമുക്ക് അവിടെ പോയി വാങ്ങാമെന്ന്. അപ്പോൾ അവൾ പറയുന്നു ശരി നമുക്ക് പോകാമെന്ന്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഈ ചെറുക്കൻ പറഞ്ഞ കട അന്വേഷിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കടയുമില്ല, ഒന്നുമില്ല. ഇവരവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടേക്ക് നോയ് വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു, ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു. ഇവൻ കള്ളം പറഞ്ഞ് നോയ് പറഞ്ഞിട്ടാണ് പാമ്പിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നോയിനെ കണ്ടിട്ട് ആ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഫ്രണ്ട്സ് അവളെ അവിടെ നിന്ന് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. നോയി ആണെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പുറകെ നിന്ന് ഡാൻസ് കളിക്കുകയോ അതുപോലെ അവൻ പാടുന്നത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം പാട്ടിനൊക്കെ ശേഷം അവളടുത്ത് വന്നിട്ട് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു നീ ഇനി എന്ത് ചെയ്താലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അവൾ പറയുന്നത് കേട്ടിട്ട് നോയ് പറയും സാരമില്ല, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ ബെസ്റ്റ് എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന്. ഇത്രയൊക്കെ കേട്ടതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് അവൻ്റെ കൂട്ടുകാരൻ പറയുന്നു ബോസ് എന്താ ഒന്നും പറയാൻ നിൽക്കുന്നത്, രണ്ടാമത്തെ തവണയല്ലേ അവൾ ബോസിനെ ഇങ്ങനെ അപമാനിച്ചിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊന്നും കുഴപ്പമില്ലടാ എന്ന്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നു അത് സാരമില്ല, അവളോടുള്ള ദേഷ്യം കൂടെ നമുക്ക് ഈ ചെറുക്കനെ ഇടിച്ചങ്ങ് തീർക്കാമെന്ന്. എന്നിട്ട് ആ ചെറുക്കനെ ഇടിക്കാനായിട്ട് പോകുന്നു. ഈ സമയം തന്നെ അവിടേക്ക് അന്നത്തെ പോലെ തീ വരുന്നുണ്ട്. തീ വന്നിട്ട് അവരോട് പറയുന്നു അവനെ ഒന്നും ചെയ്യല്ലേ എന്ന്. ഇത് കണ്ടിട്ട് നോയിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനെ നോയിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം നോയ് പറയും ഇപ്പം നീ എന്തിനാ ഇവിടേക്ക് വന്നത്, ഇവിടെ നടക്കുന്ന കാര്യമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പം തീ പറയും പ്ലീസ് അവനെ ഒന്നും ചെയ്യല്ലേ, അവനൊരു നല്ല കുട്ടിയാണെന്ന്. ഇത് കേട്ടിട്ട് നോയിയുടെ ഫ്രണ്ട് ചോദിക്കും അപ്പം നീ ഉദ്ദേശിക്കണം നോയ് നല്ലവനല്ലെന്നാന്ന്. അപ്പോൾ അവൻ പറയുന്നു അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെന്ന്. ഈ സമയം പെട്ടെന്ന് നോയിയുടെ ഫ്രണ്ട് ആണെങ്കിൽ അവർ രണ്ടുപേരെയും തറയിലേക്ക് തള്ളിയിടുന്നുണ്ട്. തറയിൽ വീണിന് ശേഷം തീയാണെങ്കിൽ പെട്ടെന്ന് ബാഗിൽ നിന്ന് പൂവെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഞാനിത് കൊണ്ട് തരാനായിട്ട് വന്നേണെന്ന്. അപ്പോൾ ഈ പൂ കണ്ടിട്ട് നോയ് ചോദിക്കുന്നു അല്ല നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ, ഞാൻ നിൻ്റെ അടുത്ത് എന്തോന്നാണ് പറഞ്ഞത്, എൻ്റെ പൂവിനെ കൊണ്ടുതരാനല്ലേ പറഞ്ഞത്, അല്ലാതെ വേറെ പുതിയത് വാങ്ങിച്ചുകൊണ്ട് തരാൻ ഞാൻ പറഞ്ഞു എന്ന്. അപ്പോൾ നോയ് പറഞ്ഞതിന് ശേഷം അവൻ്റെ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്ത് പറയണു ശരിയാ ഈ പൂവല്ല അത്, കാരണം നീ അത് ചവിട്ടിയായിരുന്നു, പിന്നെ അതിൻ്റെ തണ്ട് മാത്രമാണ് കയ്യിലുണ്ടായിരുന്നതെന്ന്. പെട്ടെന്ന് നോയ്ക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിൽ തീ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തീ ആ സ്ഥലത്തെത്തിയതിന് ശേഷം അവൻ്റെ കയ്യിലിരിക്കുന്ന പൂവെടുത്ത് തറയിലിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തണ്ട് മാത്രം എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുന്നു ഇതുപോലെ അല്ലായിരുന്നു ആ പൂവ്, ഇപ്പോൾ ഇത് അതുപോലെ ആയില്ലേ, ഇനിയെങ്കിലും നീ അവനെ ഒന്ന് വെറുതെ വിടോ, പിന്നെ നിനക്കിനി അടിക്കണമെങ്കിൽ നീ എന്നെ അടിച്ചോ എന്ന്. നോയ് തീ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ തീയെ ഇടിക്കാനായിട്ട് പോകുന്നു. തീയാണെങ്കിൽ ഇത് കണ്ട് പേടിച്ചവൻ്റെ കണ്ണപ്പോൾ തന്നെ അടയ്ക്കുന്നുണ്ട്. പക്ഷെ നോയ് ഇവനെ ഇടിക്കുന്നില്ല. അതിന് പകരം നോയ് അവിടെ ഭിത്തിയിലേക്ക് കൈ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നു ശരി അവൻ അവൻ്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ, പക്ഷെ ഞാൻ നിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു
നീ പൂവ് കണ്ടുപിടിച്ചോട് തന്നില്ലെങ്കിൽ നിനക്ക് അതിൻ്റേതായ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെല്ലാം ചെയ്യേണ്ടി വരുമെന്ന്. പിന്നെ നീ എനിക്ക് ആ പൂ കണ്ടുപിടിച്ചോട് തന്നേ പറ്റുള്ളെന്ന്. ഇതിനൊക്കെ ഓക്കെ ആണോ എന്ന്. അപ്പം തീയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് ചിരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയുന്നു ഓക്കെ എന്ന്. എന്നിട്ട് തീയാണെങ്കിൽ തറയിൽ കിടക്കുന്ന പൂവിതളില്ലേ അതെല്ലാം വാരി അവന് കൊടുക്കുന്നുണ്ട്, ഇത് വാങ്ങിച്ചോ എന്ന്. അപ്പം അവൻ പറയുന്നു എനിക്കിത് വേണ്ട, എനിക്ക് എൻ്റെ പൂ തന്നെ വേണമെന്ന്. പിന്നെ തീ അവിടെ നിന്ന് ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് അവിടേക്ക് നോയ് വന്നിട്ട് അവൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറയുന്നു. നോയ് നിൽക്കാൻ പറയുന്നത് കേട്ടിട്ട് തീയാണെങ്കിൽ ഇടിക്കാൻ പോകുന്ന പോലെ നിൽക്കുന്നുണ്ട്. കാരണം ഇനി നോയ് ഇടിക്കാനായിട്ട് വരുന്നതാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നോയ് വന്നിട്ട് പറയണേ എനിക്കത് ടച്ച് ചെയ്യണമെന്ന്. ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു നീ എന്തോന്നാ പറയുന്നേന്ന്. അപ്പം വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് അവൻ പറയുന്നുണ്ട്. അപ്പം തീയാണെങ്കിൽ കൈ ചുരുട്ടി അവനെ നെഞ്ചിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണടച്ച് നിൽക്കുന്നു. അപ്പം നോയാണെങ്കിൽ തീയുടെ ബാഗിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിലൊരു കയറ് കെട്ടിയിട്ട് അതിലെന്തോ മുത്തൊക്കെ കൊരുത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനത്തെ തൊട്ടിട്ട് ചോദിക്കുന്നു നീ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന്. നോയ് പറയുന്നത് കേട്ടിട്ട് തീ കണ്ണ് തുറന്നതിന് ശേഷം ചോദിക്കേണ് ഓ ഇത് ഞാൻ ചിന്മയിൽ നിന്ന് വാങ്ങിച്ചേണ്, എന്താ നിനക്കിത് വേണോ എന്ന്. അപ്പം നോയ് പറയുന്നു വേണ്ട, എൻ്റെ അമ്മ ഇതിനെപ്പറ്റി ചോദിച്ചായിരുന്നു, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ചോദിച്ചെന്നേ ഉള്ളെന്ന്. അപ്പോൾ ഇവൻ പറയുന്നു സാരമില്ല, നിനക്കിത് വേണമെങ്കിൽ നീ എടുത്തോ എന്ന്. അപ്പം നോയ് പറയുന്നു എനിക്ക് വേണ്ടെന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നോയ് അത് വാങ്ങിച്ചോ ഇല്ലേന്ന് കാണിക്കുന്നില്ല. നോയ് പോയതിന് ശേഷം തീ ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. തീ വീട്ടിലേക്ക് പോകുന്ന വഴി ആ തണ്ട് കളഞ്ഞ സ്ഥലത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഇറങ്ങി അവൻ ആ തണ്ട് നോക്കുന്നതൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു നീ ഇപ്പോൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ തീ പറയുന്നു ഇല്ലെന്ന്. എന്നിട്ട് അവൻ അപ്പോൾ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ അമ്മ മെസ്സേജ് അയച്ചിട്ട് പറയുന്നു ആ മുത്ത് കൊലുത്ത കയറില്ലേ അത് നിന്റെ സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്നതാണ്, അതാ ചോദിച്ചത് നീ ഇപ്പോൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ആ ഫോട്ടോയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവനാണെങ്കിൽ നോയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് നോയോട് സംസാരിച്ചത് കാണിക്കുന്നുണ്ട്. തീ നോയോട് പറയുന്നു നീ ആ താമരയ്ക്ക് പകരം ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കിനി ഒരു തവണയും കൂടെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുപോലെ പാമ്പിനും അത് നല്ലതായിരിക്കും. അവസാനം തീ പറയുന്നത് കേട്ടിട്ട് നോയ് അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം തീ പറയാണ് ഇതൊക്കെ എല്ലാം കള്ളമാണ്, ഇതൊന്നും നടക്കാനേ പോകുന്നില്ല, കാരണം ഞാൻ ഇനി അവനെ കാണാനേ പോകുന്നില്ലെന്ന്. അതിനുശേഷം അടുത്ത ദിവസമായതുപോലെയാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ അവനിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനൊരു കോള് വരുന്നുണ്ട്. കോള് ചെയ്തിരിക്കുന്നത് അവൻ്റെ കൂട്ടുകാരനാണ്. അവൻ ചോദിക്കുന്നു നീ ഇന്ന് ഫ്രീ ആണോ എന്ന്, നമുക്ക് പുറത്ത് പോയി കഴിച്ചാലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഇല്ല ഞാൻ ഇന്ന് ഫ്രീ അല്ല, എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല, ഞാനിപ്പോൾ കാറും കൊണ്ടുവരാം, നീ പെട്ടെന്ന് തന്നെ ഒരുങ്ങി നിൽക്കാൻ. അപ്പോൾ ഇവനാണെങ്കിൽ ഫ്രണ്ട് വിളിച്ചതല്ലേ, അതുകൊണ്ട് നോ പറയാനും പറ്റുന്നില്ല. അവൻ എങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് കഴിച്ചിട്ട് അവരെ കൂടെ പോകുന്നുണ്ട്. കാറിലിരിക്കുന്ന സമയത്ത് അവൻ നല്ല മൂഡൗട്ടായിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവരെ ആരെയും പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ചെറുക്കൻ്റെ പേര് ടോങ് എന്നാണ്. ആ പെണ്ണിനെ നമുക്ക് ടീന എന്ന് വിളിക്കാം. പിന്നെ ആ മറ്റേ ചെറുക്കൻ്റെ പേര് ഫാച്ച് എന്നാണ്. അപ്പോൾ ഈ ടോങ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു നീ എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുന്നേന്ന്. അപ്പോൾ തീ പറയുന്നു ഞാൻ ഒരു ദിവസം എങ്ങനെയെങ്കിലും റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് നീ എന്നെ വിളിച്ചതെന്ന്. ഇവരിങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കിടുന്നത് കണ്ടിട്ട് ഫാച്ച് പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വഴക്കിട്ടുകൊണ്ടിരിക്കാതെ നമ്മൾ പോകാൻ പോകുന്ന റെസ്റ്റോറൻറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് അവർ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള വഴിയിലെത്തിയതുപോലെയാണ്. ആ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, കുറേ ദൂരമുണ്ട് പോകാനായിട്ട്. അപ്പോൾ അവർ പറയും നല്ല ഭംഗിയൊക്കെ അല്ലേ, നമുക്ക് ആസ്വദിച്ച് പോവാന്ന്. പിന്നെ അവർ ആ റെസ്റ്റോറൻറ്റിൽ എത്തിയാണ്. അവിടെ ചെന്നുടനെ ഫേച്ചാണെങ്കിൽ അവിടുത്തെ ഷെഫായ ആൻറ്റീനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ ആൻറ്റിയുടെ പേര് ടിം എന്നാണ്, നല്ലതുപോലെ കുക്ക് ചെയ്യുമെന്ന്. അതിനുശേഷം അവർ ആ സ്ഥലമൊക്കെ ചുറ്റി കണ്ടിട്ട് എന്തോ സാധനം കഴിക്കുന്നു. അപ്പോൾ തീക്കാണെങ്കിൽ ഇവിടെ നിൽക്കാനേ വയ്യ. അതുകൊണ്ട് അവൻ പറയുന്നു മഴ ഇനിയും പെയ്യാൻ സാധ്യത ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാമെന്ന്. അപ്പോൾ ആ പെണ്ണ് പറയും പറ്റത്തില്ല, ഇപ്പോൾ കുറച്ച് കഴിച്ചല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിച്ചതിന് ശേഷം പോയാൽ മതിയെന്ന്. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുന്നു നിനക്കിത് വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു വേണ്ടെന്ന്. ഫാച്ചും ചോദിക്കുന്നുണ്ട് നീ ഇത് വാങ്ങുന്നു. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് വേണ്ട, നീ തന്നെ അങ്ങ് തിന്നാൽ മതിയെന്ന്. അപ്പോൾ ഇതിന് ശേഷമുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.